എല്ലാവർക്കും 333 മാജിക് വേർഡ്സ് മലയാളം ടോററ്റ് റീഡിങ്ങിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി കണ്ടിട്ട് ചിലരെന്നെ കണ്ടടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ എന്തായാലും വീഡിയോ ഉണ്ടാവുന്നു ഞാൻ എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചവരോടൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് സോറി, എനിക്ക് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വീഡിയോ ഇടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ വാട്സപ്പ് കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടുക, വോയിസ് അയച്ചിടുക. എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ കേട്ടോളും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഒരു ദിവസം ഞാൻ 25 പേർക്ക് പേഴ്സണൽ റീഡിങ് ചെയ്ത് കൊടുക്കും. മുമ്പ് അതിൽ കൂടുതൽ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബിസിയാണ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്കൊക്കെ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ നോക്കും. വിളിച്ചാൽ ഞാൻ എടുക്കില്ല. ആക്ച്വലി എനിക്ക് 3 ഫോണുണ്ട്. ഓക്കെ, അതിലൊരു നമ്പർ മാത്രമാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിന് വരുമ്പോൾ ഞാനിതൊക്കെ കേൾക്കും. ഈ ഒരു ദിവസം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവും. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ തന്നെ അതെന്നായിരിക്കും, എത്രത്തോളം ഗ്യാപ്പ് എടുക്കും. ഓക്കെ, സോ പ്രോബബിലിറ്റി. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് ആസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ കാർഡ് നമ്പർ 1 ആണ്. സെക്കൻഡ് കാർഡ് ദ ബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ കാർഡ് നമ്പർ 2 ആണ്. തേർഡ് കാർഡ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കാർഡ് നമ്പർ 3 ആണ്. ഓക്കെ, ദിസ് ഈസ് ദ കാർഡ്സ് ആൻഡ് ദിസ് ഈസ് ദ നമ്പേഴ്സ്. ദ ഫസ്റ്റ് കാർഡ്, ഐ തിങ്ക് യു ക്യാൻ സീ ഇറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ കാർഡ്. And this is second card, the number 2, the birth. It's also beautiful. And third is trees. The number is 3 and the card saying about blessings. Okay, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കാർഡാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ചൂസ് ഇൻഡ്യൂട്ടീവ്ലി. ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ്ങിലോട്ട് പോവാണ്. ഓക്കെ, ആസ്പിറേഷൻ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്, നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവുകയാണെങ്കിൽ തന്നെ അതെന്നായിരിക്കും, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ കേട്ടോ. Does it have chance to fulfill your wish? Think about your first priority wish. Okay, constantly think about your wish. Oh, you are in anxiety, confusions. Okay, the first card is come out. Rest and rejuvenation. Okay, this is the time of resting. Okay, someone in long distance relationship. Okay, oh, the cards are come like this. The community, little bit reverse and stuck. Okay, and the dot romance is also going to reverse, guys. What happened? Relationship lo ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. എന്താണ് പ്രശ്നം? Again, the distance is the problem, I think so. And the 7th chakra archangel Uriel. Okay, the 41 number and the bottom of the deck. Wow, blossoming abundance. Okay, നമുക്ക് ഫസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. നമ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കട്ടെ. Rest and rejuvenation, the number is saying about the 10. The 19 is saying about 10. 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ also 1, it's good sign. 1 something about relationship. Okay, joining. And 2 plus same 2 ആണ്. And then here have some problem. Double three, the relationship, angel protection, everything is saying about in 3 number. Okay, angels, നമ്മുടെ ചാനലിൻ്റെ നെയിം തന്നെ 333 എന്നാണല്ലോ. ഓക്കെ, ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് നൗ ഷുവർ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പ്രോബ്ലത്തിലാണ്. ഇപ്പോൾ ഇതിൽ പലരും നിങ്ങളുടെ വിഷായിട്ട് മനസ്സിൽ കൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ വിചാരിച്ചത് തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് വിചാരിച്ചവർക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്ഥിതി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ അതിൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പ് റിവേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രേക്കപ്പ് ആണെങ്കിൽ കൂടി കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഞാനിവിടെ കാണുന്നത്. ബട്ട് ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഉൾട്ടാ സ്റ്റേജിലേക്കാണ്. കംപ്ലീറ്റ്ലി ബ്രേക്കപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ സമയം അനുവദിച്ച് തന്നേക്കുന്നത് തന്നെ റെസ്റ്റ് ആൻഡ് റിജുവിനേഷൻ. വെറുതെ ഇരിക്കാനല്ല, കരഞ്ഞ് ഇരിക്കാനല്ല പറയുന്നത്.
മാനിഫെസ്റ്റേഷൻ, ഒഴാക്കൽ പവർ. ഒഴാ പവർ കണ്ടോ? ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒഴാ പവർ അല്ലേ? ദിസ് പേഴ്സൺ ഈസ് വെരി ഹാൻസം. ഐ തിങ്ക് സോ. മേ ബി ഇത് വാച്ച് ചെയ്യുന്നത് നിങ്ങൾ വളരെ ഹാൻസം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നല്ല ഹാൻസം ആയിരിക്കാം. ഓക്കെ, വാട്ട് നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഓക്കെ, ചിലരുടെ കേസിൽ ഞാൻ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് കാണുന്നു. ചിലർ ഇന്റർകാസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലർ റിലീജിയൻ പ്രോബ്ലംസ് ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ബ്രേക്കപ്പ് ആയി പോലും എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ്, പാരൻസിന്റെ എതിർപ്പ്, അതല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്. അതായത് ഇതെല്ലാം തേർഡ് പാർട്ടിയാണ്, കരിയർ ഓൾസോ തേർഡ് പാർട്ടിയാണ്. ബട്ട് ചിലരുടെ കേസിൽ ചിലപ്പോൾ ഒരു തേർഡ് ലേഡിയുടെ ഇന്റർഫേസ്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരാനുള്ള കാരണം. ഓക്കെ, ബട്ട് തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസും റിവേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ 7 ആൻഡ് ഹിയർ ഓൾസോ 3. ഓക്കെ, 10 ഇസ് 1 ബട്ട് 1 3 ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദം ഇൻ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. ഒരു ലേഡി അല്ലെങ്കിൽ ഒരു മെൻ മാത്രമല്ല തേർഡ് പാർട്ടി, കരിയർ ആൻഡ് ദെൻ ഫാമിലി, റിലീജിയൻ, എവറിത്തിങ് ഇസ് തേർഡ് പാർട്ടി. നമ്മുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആയിട്ട് വരുന്ന എല്ലാ ഇൻഫ്ലുവൻസും തേർഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷിനെ കുറിച്ച് പറഞ്ഞു, റിലേഷൻഷിപ്പിൻ്റെ വിഷിൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ് ദെൻ നമുക്ക് കരിയറിൻ്റെ കാര്യം പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രത്യേകതരം ജോബ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ, പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യുന്നവരാണ്, പാർട്ട്ണർഷിപ്പ് ഫേം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ഉള്ളിൽ ഒരു കള്ളക്കളിയൊക്കെ കളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വർക്ക് ചെയ്യുന്നവർ കൊളീഗ്സിനെ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തുക, ആരെയും വെറുപ്പിക്കാതിരിക്കുക, എങ്കിൽ ഓവറായിട്ടുള്ള ട്രസ്റ്റ് ഒന്നും അവരിൽ കൊടുക്കാതിരിക്കുക. ഓക്കെ, ദെൻ ഓക്കെ 7 ചക്ര ആർക്കേഞ്ചൽ യൂറിയൽ എന്ന കാർഡാണ് പറയുന്നത്. ഹിയർ ഹാവ് ദ ബ്ലോസമിങ് അബണ്ടൻസ്. ഷുവർലി നിങ്ങൾ മണി, ബിസിനസ്, കരിയർ അതിനെക്കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെന്റിനുള്ള സാധ്യത കൂടുതലായിട്ട് ഞാൻ കാണുന്നു. മെജോറിറ്റി ഓഫ് ദം ഗോയിങ് ഇൻ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ്. ആൻഡ് ഹിയർ ഹാവ് all the Lakshmi. Definitely മണി, വെൽത്ത്, അബൻഡൻസ്, സക്സസ് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ന്യൂ ബിസിനസ് തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ വിത്തിൻ 3 years യു വിൽ ബി മോസ്റ്റ് സക്സസ്ഫുൾ മാൻ ഓർ വുമൻ. അതർവൈസ് നിങ്ങൾക്ക് ഒരു ജോബ്, നിങ്ങൾക്ക് അബ്രോഡ് പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കരിയറിലേക്ക് കയറി പറ്റാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ 3 മാസത്തിനുള്ളിലാണ് ഞാൻ കാണുന്നത്. ജൂലൈ ഗോയിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഇസ് എ നവംബർ മന്ത്. വാവ്, നവംബർ മന്ത് ഈസ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻറ്റ് ടു യുവർ ലൈഫ്. ഓക്കെ, ഇസ് എ 1 ഈസ് ഹിയർ ആൻഡ് ഹിയർ ഓൾസോ ദ 10 ആൻഡ് രണ്ടും കൂടി നമ്മൾ 10 is also saying about 1. So the November, 11th month. November is very good for you. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ കറക്റ്റ് വേയിൽ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നവംബർ മന്തിൽ സക്സസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കുറച്ച് മോശമായ ഒരു സമയമാണ് ഞാൻ കാണുന്നത്. ജനറൽ റീഡിംഗ് ആണ്, അത് അങ്ങനെ എടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ നിങ്ങൾക്ക് റീസണേറ്റ് ആവണമെങ്കിൽ വേറെ കാർഡിൻ്റെ റീഡിംഗ് കണ്ടോളൂ. പക്ഷെ അങ്ങനെയാണ് കാണുന്നത്. കറക്റ്റ് വേ ഓഫ് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ, ആ ഒരു സോളിനെ, ഡാർക്ക് ഇന്റർഫേസ്, നെഗറ്റീവ് ഇന്റർഫേസ്, ആളുടെ സോള് നിങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി വേറെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രാക്കുള കോട്ടയിൽ നിന്ന് ആളുടെ സോളിനെ മോചിപ്പിച്ച് നിങ്ങളിലേക്ക് ലയിപ്പിക്കാൻ പറ്റും. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വില്ലിങ് ആണ്, എന്ത് കാര്യം നമുക്ക് മാറ്റിയെടുക്കാം. നമ്മളുടെ അലൈൻമെന്റ് അല്ലേ, നമ്മളുടെ സ്വഭാവം ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ. ഇപ്പം നമ്മൾ ശാന്തരായിരിക്കും, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അതുപോലെ തന്നെയാണ് നമ്മളുടെ വിധിയും. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ സോഡിയാക് അലൈൻമെന്റ്സ്. ഓക്കെ, നമ്മളുടെ സോഡിയാക് എനർജീസ്, ഒരു ഗ്രഹങ്ങളുടെ അലൈൻമെന്റ് നമുക്ക് നമ്മളുടെ എനർജി കൊണ്ട് തന്നെ അതിനെ മാറ്റാവുന്നതേ ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ അച്ചീവ്. ഓക്കെ, നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ ഞാൻ കാണുന്നത് മണി, കരിയർ ഇതൊക്കെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഒക്കെ അറിയാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നവംബർ മന്തിൽ തന്നെ അതിൻ്റെ റിസൾട്ടും പോസിബിളായിട്ട് വരും. നവംബർ 30 ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ,
This is also saying about some magical things. Okay, here have the number 1. Wow. Here also have the number 1. Here have the number 1. Okay, I think you can see it. Okay, the 1 number is very important to your life, guys. 1. Maybe you are in Aries or you are in ജനുവരിയിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും മാസത്തിൻ്റെ 1ാമത്തെ ഡേ അല്ലെങ്കിൽ 10ാമത്തെ ദിവസം, അതുമല്ലെങ്കിൽ ഓക്കെ 1. ഓക്കെ ഓക്കെ ഇറ്റ്സ് ഇറ്റ്. ആൻഡ് ദെൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽസ് മെസ്സേജ് ഫോർ യു. Somebody is saying about okay that's pretty. കുറേ പേര് പറഞ്ഞു ഞാൻ ഓക്കെ കുറേ പറയുന്നത്. റിയലി ഞാൻ അത് ശ്രദ്ധിച്ചു, ഞാൻ കുറേ പറയുന്നുണ്ട്, സോറി കേട്ടോ. ആൻഡ് ദ 3 നമുക്കൊരു ഇറ്റ്സ് ഗുഡ്, ഓസം. ഏഞ്ചൽസ് പ്രൊട്ടക്റ്റിംഗ് യു. സോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 3 വാവ്. 3 March month is also important to your life. And okay, 11th month ഞാൻ പറഞ്ഞില്ലേ, November month is also important to your life. The listening, ആരോ നിങ്ങളെ ലിസൺ ചെയ്യാൻ തയ്യാറാണ്. ഒരുപാട് ആർഗ്യുമെന്റ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഗ്രഹിക്കാനും നിങ്ങൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനും അവർ ഇന്റർവ്യൂ ബോർഡ് തയ്യാറാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്, ആർഗ്യുമെന്റ്സ് എല്ലാം ഞാൻ പറയുന്നത് അത് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തിരിച്ചും ആ ഒരു പേഴ്സണെ ലിസൺ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ലിസൺ ആൻഡ് ദ ആൻസർ വിൽ ബി റിവീൽഡ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ റിവീൽഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഹിയർ ഹാവ് 2 birds. ഓക്കെ, ബട്ട് ഈ 2 birds നമ്മളുടെ അടുത്തേക്ക് ഫ്ലൈ ചെയ്യുന്നുണ്ട്, ബട്ട് കൂടി അങ്ങോട്ട് ചേർന്നിട്ടില്ല. ബട്ട് മേ ബി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നിങ്ങളിലേക്ക് അടുക്കും, നിങ്ങളിലേക്ക് കൂടിച്ചേരാനുള്ള സാധ്യത ഞാൻ കൂടുതലായിട്ട് കാണുന്നു. പ്രോബബിലിറ്റി അല്ലേ, വളരെ അടുത്താണ് നിൽക്കുന്നത്, അപ്പോൾ കൂടിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു. ബട്ട് നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും കേട്ടോ, വിട്ടു പോകണം കൂടിച്ചേരണം എന്നുള്ള കാര്യം. ഇത് നിങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. ഓക്കെ, 1 more card. ഓക്കെ, ഇതിൽ ചിലർ കുറച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പുകളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ ഫസ്റ്റ് ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരുന്നിട്ടുണ്ടാവാം ആ ഒരു പേഴ്സൺ നിങ്ങളോട്. പിന്നെ പോകെ നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയതായിരിക്കും. ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ല, ഐ മീൻ സ്പാർക്കിംഗ് ഓർ ഫിസിക്കൽ അട്രാക്ഷൻ, സെക്ഷുവൽ തോട്ട്സ്, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കൂടുതലായിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ നിങ്ങൾ അവരായിട്ട് ആ ഒരു പേഴ്സണായിട്ട് ഫിസിക്കലി അടുത്ത് പോയി. ഓക്കെ, അതൊരു തെറ്റല്ല, അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ട്, ദെൻ നൗ ആ ഒരു പേഴ്സൺ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. തുടക്കത്തിലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഇല്ല. വാട്ട് എവർ, എന്ത് തന്നെയായാലും എന്തോ ഒരു സ്റ്റക്നെസ് ആ ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ട്. അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോയ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, എല്ലാവരുടെ കാര്യമല്ല. ആ ഒരു പേഴ്സൺ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ നിൽക്കുന്നത് ഒരു, അതല്ലെങ്കിൽ ചിലരുടെ കേസിൽ വളരെ ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതലായിട്ട് ഞാൻ കാണുന്നു കേട്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. ദെൻ ദ ഗോഡ് ഓഫ് ലവ്, ദ കാമദേവ, ആൻഡ് ദ ഫ്രീഡം ഫ്രം ഡിസയർ, സക്സസ് ഇൻ ലവ് ഓർ റൊമാൻസ്, എൻഹാൻസ്ഡ് സെക്ഷൽ പെർഫോമൻസ്, എബിലിറ്റി ടു അമ്യൂസ് ആൻഡ് മേക്ക് പീപ്പിൾ ലാഫ്. ഓക്കെ, മേ ബി ആ ഒരു പേഴ്സൺ ഒരു കൊമേഡിയൻ ആയിരിക്കാം, നിങ്ങളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയായിരിക്കാം. ബട്ട് ഇപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ സ്റ്റക്കാണ് കാണുന്നത്. ഓക്കെ, ഒരു സ്റ്റക്നെസ് യു ക്യാൻ സീന, ഒരു സ്റ്റക്നെസ് ഈസ് ഹിയർ. സോ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, വിട്ട് കളയാൻ നിൽക്കണ്ട. ഇപ്പം പിടിച്ച ഒരു പരിധി വരെ കിട്ടണ ലക്ഷണമാണ് കാണുന്നത്. പോകെ അതിങ്ങനെ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്, ഒരു ശത്രുദോഷം ഞാൻ കാണുന്നുണ്ട്, ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ്, വാട്ട് എവർ, നിങ്ങളത് ഡീൽ ചെയ്യാം. അഫർമേഷനും മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് അഫർമേഷൻസ് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ട് അവിടെ കോൺടാക്ട് ചെയ്യാം. അല്ലാതെ ഒരു കമൻറ്റ് സെക്ഷൻ ചോദിച്ചാൽ മതി. ടേക്ക് കെയർ, ബൈ.
ഓക്കെ, സെക്കൻഡ് കാർഡ് ദ ബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ ലൈഫിൽ ആ ഒരു വിഷ് നിങ്ങൾക്ക് ഫുൾഫിൽ ആവോ, അതങ്ങനെ ആവുകയാണെങ്കിൽ തന്നെ അത് എത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ എപ്പോഴായിരിക്കും നടക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് റീഡ് വിത്ത് മോർ കാർഡ്സ്. Lot of cards are coming out. Okay, maybe you are in heartbroken situation. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു നിർണായക പോയിന്റിലായിരിക്കും നിൽക്കുന്നത്. പലരും ഇപ്പോൾ മാരേജിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഡിസിഷൻ എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചിലർ റിക്കൺസിലേഷൻ പോസിബിൾ ആയവർ, ചിലർ ബ്രോക്കൺ ഹാർട്ടാണ്. ഓക്കെ, ഒരു ജേണി ആൻഡ് കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ കരിയറിൽ കുറച്ച് സക്സസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. The garden and the gate, you are in front of a beautiful garden, but നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ടില്ല. ഓക്കെ, നമ്പർ 3, വാവ്, ദ സൺ ചേട്ടൻ ഇവിടെ ഇരിക്കട്ടെ. More cards. Dot to spirit. Wow. Some moon energy is here. Angel of the love, little bit stuck, but don't worry, the bottom of the deck's attachment. Okay, as usual എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന്റെ പടിവാതിലോളം എത്തി നിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വളരെ അടുത്താണ് നിൽക്കുന്നത്. ഒരു പുതിയൊരു കാര്യത്തിന്റെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പോസിബിൾ ആവും. നിങ്ങൾക്ക് ഒരു ബിസിനസിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഗെയിൻ ഓർ പ്രോഫിറ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട്. ഓക്കെ, ആ ഒരു ഒരു എഞ്ചിനീയർ ആണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ തോന്നി, നിങ്ങൾ അത് വർക്ക് ചെയ്തു, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഔട്ട്കം കിട്ടാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു അനിമേഷൻ മൂവി, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോജക്റ്റ്, നിങ്ങളുടേതായ ഒരു ലക്ഷ്യം, ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബർത്ത് പൊസിഷനാണ്. നമ്മൾ കാർഡ് ചൂസ് ചെയ്ത് തന്നെ ബർത്ത് എന്ന് പറഞ്ഞ കാർഡാണ്. നിങ്ങളതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ ചിലർ അത് കാണാണ്ട്, ആ ഒരു ഗേറ്റ് കാണാണ്ട് വളരെ ഫാസ്റ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ വഴി എത്ര കറക്റ്റായിട്ട് അറിയില്ല, പ്രോപ്പറായിട്ട് അറിയില്ല, നമ്മൾ ഫാസ്റ്റിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഗേറ്റ് കടന്ന് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ കുറേ സമയം പോകും. ചിലരുടെ കേസിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. ആ സമയം ചിലർ പയ്യെ തിന്നാ പനയും തിന്നാമെന്നുള്ള രീതിയിൽ ക്ഷമയോടെ, പേഷ്യൻസോടെ, വളരെ നീറ്റായി, വളരെ പതുക്കെ മൂവ് ചെയ്യുന്നു, ഒരു കുറച്ചധികം സാക്രിഫൈസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്താണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗേറ്റ്, ആ ഒരു ബ്യൂട്ടിഫുൾ ഗേറ്റ് കാണാൻ പറ്റും. നിങ്ങളതിൻ്റെ തൊട്ടടുത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങൾക്കതൊന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറേണ്ട ആവശ്യമുള്ളൂ. അത്രത്തോളം അടുത്താണ് നിൽക്കുന്നത്. ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹിയർ. ആൻഡ് ദെൻ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് you have a nest, home for you. വാവ്, ഇതെന്താ ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു കിളിക്കൂട്, അതല്ലെങ്കിൽ എന്തോ ഒരു ഫാമിലി. ഓക്കെ, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അതായത് മേ ബി യു ആർ ഗോയിങ് ടു മാരി വെരി നിയർ. നിങ്ങൾക്ക് മാരേജിന് വേണ്ടിയാണ്, നിങ്ങളുടെ വിഷ് മാരേജ് ആണെങ്കിൽ അത് നടക്കാനുള്ള സാധ്യതയും, നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്താ, നിങ്ങൾക്ക് ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പലർക്കും ചിലപ്പോൾ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാവാം. ആൻഡ് ഹിയർ ഹാവ് മോർ ബട്ടർഫ്ലൈസ്. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്കൊരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവാം, വീണ്ടും ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം. ആ ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ തന്നെ. ഓക്കെ, രണ്ടാമത്തെ ഒരു ലവ് സ്റ്റോറി ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ദെൻ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. മേ ബി ആ ഒരു പേഴ്സൺ ആൻഡ് നിങ്ങൾ സെറ്റിൽഡ് ആകുമ്പോൾ ഒരു ഐലൻഡിലായിരിക്കാം. മേ ബി ന്യൂസിലാൻഡ്, കെയ്മാൻ ഓർ സ്വിറ്റ്സർലാൻഡ്. യു ഹാവ് ദ പോസിബിലിറ്റീസ് ഹിയർ. മേ ബി മൂന്നാർ ആ ഭാഗം ഒക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആൻഡ് something is very eco-friendly or naturally beauty ആയിട്ടുള്ള, നേച്ചർ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഹണിമൂണിനെങ്കിലും പോകാനുള്ള സാധ്യത വളരെ അടുത്ത് കാണുന്നു. someone is going to marry നവംബർ, അല്ലെങ്കിൽ നിങ്ങൾ നവംബർ 30-നാണ് ജനിച്ചത്, നവംബർ 3rd week or November 3 or
is good. 21 is okay. നിങ്ങളുടെ ബർത്ത്ഡേ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. Why these cards are repeating? ഫസ്റ്റ് കാർഡ് റീഡിങ്ങിലും ഈ 30 എന്ന് പറഞ്ഞ നമ്പർ ഞാൻ റിപ്പീറ്റ് ആയിട്ട് കണ്ടു. നിങ്ങളുടെ ഈ ഒരു സൂര്യൻ, നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു നിർണായകമായ പോയിന്റ്, അല്ലെങ്കിൽ ആ ഒരു സൂര്യൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ റിവേഴ്സ് ആയിരുന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ എനർജി കൊണ്ട് നിങ്ങൾ അതിനെ വലിച്ച് 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 ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കുറച്ചും കൂടി പോന്ന സംഭവം നമുക്ക് അടിപൊളിയാവും. ഓക്കെ, ദ വൺ, it is Leo. Leo is here also because the sun is meaning about Leo. This is the month. I think this is the month 22 to this 22 July 22 and September 23 വരെ ലിയോ മന്ത് ആണ്. ഓസം. ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ആൾക്ക് ഭയങ്കര നിർണായകമായ ഒരു പോയിന്റ് ആണ് ഈ ഒരു മന്ത്. ഇതിന്റെ ഉള്ളിൽ ചിലപ്പോൾ റീകൺസിലേഷനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നു. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങളുടെ സൂര്യൻ നിങ്ങളും ഇവിടെയുണ്ട്. ആൻഡ് സൺ ആൻഡ് മൂൺ എനർജി, ലോട്ടസ് അഫർമേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. പൈസസ് എനർജി ഈസ് ഹിയർ ആൻഡ് ഒരുപാട് ലവ് കെയറിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പൊ എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം കാര്യങ്ങളൊക്കെ അടുത്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിലും നിങ്ങളുടെ കാര്യം സക്സസ് ആവാനുള്ള സാധ്യതയാണ്. ലവിന്റെ കാര്യത്തിൽ ഏഞ്ചൽ ഓഫ് ലവ് കുറച്ചും കൂടി ബ്ലെസ്സിങ്സിന്റെ ആവശ്യമുണ്ട്. ബട്ട് കുറച്ചും കൂടി പ്രെയർ ചെയ്താൽ മതി. 49 മീൻസ് ദ നമ്പർ 13. 13 means the number 4. 4 is about marriage. Again, here have the possibility to get married. Okay, and then കുറച്ച് പ്രാർത്ഥിക്കാം, മാനിഫെസ്റ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു കാർഡും കൂടി അപ്രൈറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കാർഡ് അപ്രൈറ്റ് ആക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡോട്ട് സ്പിരിറ്റ് ആണ്. ഇതിനു വേണ്ടിയുള്ളൊരു മാർഗം ഡോട്ട് സ്പിരിറ്റ് എന്നൊരു മാർഗ്ഗമാണ്. ഈ ഡോട്ട് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഒറാക്കിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓറ പവറിനെ നിങ്ങൾ യൂണിവേഴ്സലായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക. ഓട്ടോമാറ്റിക്കലി എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. മേ ബി നിങ്ങളുടെ റീകൺസിലിയേഷൻ, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളിപ്പോൾ ആ പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലിയോ മന്തിൽ അതിനുള്ള ചാൻസ് പ്രോബബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ നവംബർ മന്തിലും ഫസ്റ്റ് കാർഡ് ഓൾസോ സെയിങ് ലൈക്ക് നവംബർ. ഓക്കെ, ഒരു മാരേജിനുള്ള ചാൻസ് തന്നെ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റിനുള്ള ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട് കേട്ടോ. ആൻഡ് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 85% ആൾക്കാരും ലോങ് ഡിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. അല്ലാത്തവരാണെങ്കിൽ തന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സോ നിങ്ങൾ രണ്ടിടത്താണെങ്കിൽ കൂടി നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സന്റെ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും. മേ ബി നിങ്ങളൊരു പ്രിസത്തിന്റെ ഉള്ളിലാണ്, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുന്നില്ല ആ ഒരു പേഴ്സന്റെ അടുത്ത്. കണ്ടോ, ഈ ഒരു ലേഡീനെ ലോക്ക്ഡ് ആണ്, ചങ്ങല കൊണ്ട് ലോക്ക്ഡ് ആണ്. ബട്ട് ഷീ ഹാവ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദാറ്റ് പേഴ്സൺ. കണ്ടോ, അറ്റാച്ച്മെന്റ്. ബട്ട് യു ആർ ഡിപ്രസ്ഡ്. ബട്ട് ഡോണ്ട് വറി, കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മദറിനെ സങ്കടപ്പെടുത്തുന്നുണ്ടാവും. അമ്മയ്ക്ക് ചിലപ്പോൾ 52 years ഒക്കെ ഓൾഡ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദെൻ ആ ഒരു കാര്യം ഒരു പക്ഷേ അത് മാറും. അതിനെ നിങ്ങൾ ഒരുപാട് ആൻസൈറ്റി, ഡിപ്രഷൻ, ബാധ കയറിയ പോലെ വയലൻ്റ് ആവാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അത് മാറും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ കറക്റ്റായിട്ട് ചെയ്യുക. കുറച്ചും കൂടി നിങ്ങൾ അതായത് നിങ്ങളുടെ ആ ഒരു ഈ ഒരു സഹനം, നിങ്ങൾ ഒരുപാട് സഹിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. ഈ ഒരു സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാർ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്, സഹിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ സന്തോഷങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ചെറിയൊരു സങ്കടം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ഒരു സങ്കടം നിങ്ങളെ കില്ല് ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും. കുറച്ച് സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഫിഫ്ത്ത് ചക്ര, ആർക്കേഞ്ചൽ ഗബ്രിയൽ, സോങ്സ് ഒക്കെ കേൾക്കുക. ഓക്കെ, ആൻഡ് ബേർഡ്സിനെ വളർത്തുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് റിലാക്സേഷൻ തരുന്ന കാര്യമാണ് കേട്ടോ. എൻ്റെ കൈ തട്ടി എടുത്താലും ഫ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നു. ലെറ്റ് യുവർ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ ഫീൽ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എത്ര ഗ്യാപ്പിലാണെങ്കിലും അവിടേക്ക് ഫ്ലൈ ചെയ്ത് ചെല്ലാനും ആ ഒരു പേഴ്സണായിട്ട് മിങ്കിളാവാനും പറ്റും. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കടൽ കടന്ന് വരുന്നതായിരിക്കും. ഓക്കെ, the first card, wow, the future, the 1-1, the 11. നിങ്ങളുടെ ലൈഫിന്റെ നിർണായകമായ ഒരു പോയിന്റിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ആ ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പോവാണ്. മേ ബി നിങ്ങളൊരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ടോൾ ആയിരിക്കും, മാസ്കുലൈൻ ആയിരിക്കും, ആൻഡ് ലൈക്ക് ആൻ ഇംഗ്ലീഷ് ഓർ ബോളിവുഡ് സ്റ്റാർ. ഓക്കെ, ആൻഡ് ലിറ്റിൽ ബിറ്റ് ബ്ലോണ്ട് ഷെയ്ഡഡ് ഹെയർ ആൻഡ് ബിയർഡ്. ഓക്കെ, ഭയങ്കര ബിയർഡുള്ള താടിക്കാരൻ, കട്ട താടിക്കാരൻ, അത്യാവശ്യം താടിയൊക്കെ ഉള്ള ഒരാളായിരിക്കും. ആൻഡ് ദെൻ ഹിസ് നോസ് ഇസ് വെരി ഗുഡ്.
and lip is thin and the eyes is very small and wow, so masculine like Aryavamsham or something like that. And let go of the past and move forward എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ബട്ട് അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് പുതിയ ലൈഫിലേക്ക് വെരി നിയർ ഐ തിങ്ക് നവംബർ മന്ത് ഗൈസ്. ഫസ്റ്റ് കാർഡിന്റെ റീഡിങ്ങിലും നവംബർ മന്ത്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കണ്ടു. ഈ കാർഡിലും നവംബർ മന്ത്സ് ഓക്കെ, നിങ്ങൾ ആ ഫ്യൂച്ചറിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകണം. മേ ബി നിങ്ങൾ ആ ഒരു മന്തിൽ നിങ്ങളുടെ എൻഗേജ്മെന്റ് പോസിബിൾ ആവാം. നിങ്ങൾക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു മാസം നടക്കാൻ പോവാണ്. റിയലി ഗുഡ്. ആൻഡ് ഫെദർ ഈസ് ഓൾസോ കം ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് ബേർഡ്സിനോട് ക്രേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബേർഡ്സിനെ വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു ബേർഡ്സ് ആൻഡ് റൂട്ടഡ് ട്രീസ് ഓക്കെ, വളരെ തഴച്ചു വളർന്നൊരു തഴച്ചു വളർന്ന ഒരു വലിയ വൃക്ഷം, അതൊക്കെ ഒരു സയൻസ് ആണ് കേട്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ളത്. ദിസ് കോളിംഗ് കാർഡ് ഫ്രം ദ യൂണിക്കോൺസ് ടെൽസ് യു ദേ ആർ നിയർ യു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വളരെ അടുത്താണ് നിങ്ങൾ. കുറച്ചും കൂടി കണ്ണ് തുറന്ന് നോക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു ഓരാ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈറ്റ് കൊണ്ട് നിങ്ങൾ ആ ഇരുട്ടിൽ ആ ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ദൃഷ്ടിദോഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. സോ നിങ്ങൾ ആ ഒരു ഇരുട്ടിൽ നിങ്ങൾ തപ്പിയേ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓരാ പവർ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യം വിസിബിൾ ആവും. ഓക്കെ, ദ ലാസ്റ്റ് കാർഡ് ഫോർ യു. 2 cards are come out. Okay. And also Kamadeva is here. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ട് മിങ്കിൾ ആവുകയാണെങ്കിൽ സെക്ഷൽ കോണ്ടാക്ട് കൂടുതലായിരിക്കും, സെക്സ് ചാറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് അങ്ങനത്തെ തോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാരേജിനുള്ള ചാൻസ് ഞാൻ കൂടുതലായിട്ട് കണ്ടു. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ശേഷനാഗ് അനന്തൻ അല്ലേ, വിഷ്ണുവിൻ്റെ ആ ഒരു ബെഡ് അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ സർപ്പം, ദ ശേഷനാഗ്, ദ കിങ് ഓഫ് ദ സെപ്പാസ്. ഓക്കെ, ആൻഡ് മെയിൻലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറും പാലും കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ആൻഡ് ദെൻ പേഷ്യൻസ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ് ഐ മീൻ ഞാൻ പറഞ്ഞില്ലേ, ക്ഷമയുള്ളവർക്ക് ഓക്കെ ഫൈനൽ റിസൾട്ട് വളരെ സ്വീറ്റ് ആയിരിക്കും. ക്ഷമ വേണം. ഓക്കെ, എബിലിറ്റി ടു സെർവ് വിത്ത് ഹ്യൂമിലിറ്റി, ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെങ്ത്. ഓക്കെ, ഇത്രയും നാള് ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയിരുന്നു കൂടുതലെങ്കിൽ ഇനി മെന്റൽ അറ്റാച്ച്മെന്റും കൂടുതലായിരിക്കും ആ ഒരു പേഴ്സണായിട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസിന്റെ കാര്യമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ പവർ മാത്രമല്ല, നിങ്ങളുടെ മൈൻഡ് ഓർ നിങ്ങളുടെ മെന്റൽ, നിങ്ങളുടെ ആ ഒരു തോട്ട്സ് എല്ലാം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവോൾവഡ് ആവും. അല്ലെങ്കിൽ പഠിപ്പിന്റെ കാര്യമാണെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്കിംഗ് മാത്രമല്ല, നിങ്ങളുടെ ബുദ്ധി കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് കാണിക്കുന്നത്. ആൻഡ് ദെൻ എബിലിറ്റി ടു അഡ്ജസ്റ്റ് വേരിയസ് സർക്കംസ്റ്റാൻസ്. നിങ്ങൾ കാര്യങ്ങൾ കണ്ടും കേട്ടും വിലയിരുത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എടുത്തുചാട്ടം നിങ്ങൾക്ക് കുറയും. ഓക്കെ, ബട്ട് ഇതൊക്കെ ഉൾട്ടയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എടുത്തുചാട്ടം കൂടുതൽ, ക്ഷമയില്ലാത്ത അവസ്ഥ, പരാക്രമം കൂടുതലുള്ള ഒരു ആൾക്കാരാണ് നിങ്ങൾ. പക്ഷെ പോകെ പോകെ നിങ്ങൾക്കത് ശരിയാവും. ഈ കാർഡ് സ്റ്റക്കായിട്ടാണ് വന്നതെങ്കിൽ കൂടി അത് വളരെ നിയറസ്റ്റ് അത് ശരിയാവും. ആൻഡ് ഗോപാൽ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബേബി ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. 2 വർഷത്തിനുള്ളിലാട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ മാരേജ് അടക്കുകയാണെങ്കിൽ 1 വർഷം എൻജോയ്മെന്റ്, ദെൻ നെക്സ്റ്റ് ഇയർ ബേബി ഉണ്ടാവാനുള്ള ചാൻസ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു. വളരെ അടുത്താണ് നിങ്ങൾ, മാരേജിനോട് വളരെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, പെർഫെക്ഷൻ ഓഫ് പാരന്റൽ ലവ്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു പെറ്റെങ്കിലും നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അതിൻ്റെ ഒരു ഓണറാവും, പെറ്റെങ്കിലും ഓണറാവും. ആൻഡ് പേരൻസിൻ്റെ ലവ് നിങ്ങൾക്ക് കിട്ടും. വഴക്കും അടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എങ്കിലും നിങ്ങൾക്ക് ആ ഒരു കെയറിങ് പെട്ടെന്ന് കിട്ടും. പ്രൊട്ടക്ഷൻ ഓഫ് വൺസ് ചിൽഡ്രൻ ആൻഡ് ഫെർട്ടിലിറ്റി ആൻഡ് ദ വെൽ ബീയിങ് ഓഫ് ന്യൂ ബോൺസ്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു മദർ അല്ലെങ്കിൽ ഒരു ഫാദർ ആവാനുള്ള ചാൻസ് കാണുന്നു. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വെരി നിയറസ്റ്റ്, അല്ലെങ്കിൽ വിത്തിൻ 2 years. ഓക്കെ, 2 years അതിനുള്ളിലാവും കേട്ടോ. ആൻഡ് ദെൻ ഡിവോഷൻ ടു കൃഷ്ണ ആൻഡ് ദ ക്ലോസസ്റ്റ് ടു ഹിം. നിങ്ങൾ വളരെയധികം കൃഷ്ണ ഓർ വിഷ്ണു ഓർ നിങ്ങളുടെ ഏത് ദൈവമായാലും നോ പ്രോബ്ലം. ഇവിടെ ഹിയർ ഹാവ് ദ ഗോപാൽ, ദ കൃഷ്ണ ഒരുപാട് അടുക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ ആ വിഷ് ഫുൾഫിൽ ആവുമ്പോൾ നിങ്ങൾ വളരെയധികം ആ ഒരു ലോഡിനോട് അഡിക്റ്റഡ് ആവാനുള്ള സാധ്യത ഞാനിവിടെ കാണുന്നു. ആൻഡ് വെരി സ്വീറ്റ് ബേബി യു വിൽ ഗെറ്റ്. ഓക്കെ, വാവ്.
ഓക്കെ, അപ്പോൾ സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് അഫർമേഷൻസ് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ട് അവിടെ കോൺടാക്ട് ചെയ്യാത്തൊരു കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ടേക്ക് കെയർ, ബൈ. തേർഡ് കാർഡ് ബ്ലെസ്സിങ് ചൂസ് ചെയ്ത ആൾക്കാരുടെ ലൈഫിൽ നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവും ആവുകയാണെങ്കിൽ തന്നെ അതെന്നായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്രീസിയേഷൻസ്. വാവ്, ഐ തിങ്ക് യു ആർ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ജോബ്, മണി പവർ, എഡ്യൂക്കേഷൻ. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു പ്രൊഫഷണൽ ആണ് അല്ലെങ്കിൽ ഓൾറെഡി ഇൻ ജോബിലാണെന്ന് നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആണെങ്കിൽ അതിൽ നിന്നും ഒരു അപ്രീസിയേഷനുള്ള ചാൻസ്, വലിയ ഹ്യൂജ് അപ്രീസിയേഷൻ അല്ല, സ്മോൾ ഹാപ്പിനെസ്. ഓക്കെ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾ തേടി വരാൻ പോവുകയാണ്. ഒരുപാട് ഹാപ്പി എന്നല്ല പറയുന്നത്, ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഓക്കെ, ഓക്കെ, ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 37 ആൻഡ് കെയറിംഗ് കണക്ഷൻ. 24, 46 തിങ്കിങ് മാൻ. ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരു 24 വയസ്സായ ആൾക്കാരാണെങ്കിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏതൊരു കാര്യത്തിനായാലും, റിലേഷൻഷിപ്പിനായാലും, മാരേജ്, കരിയർ, ബിസിനസ്, എന്തിനായാലും ഒരുപാട് ഡോർ, ഓക്കെ, ഒരേ സമയം ഒരുപാട് ഡോർ ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആ ഒരുപാട് ഡോർ, ഇപ്പോൾ 10 ഡോർ ഓപ്പൺ ചെയ്തെങ്കിൽ അതിൽ 9 ഡോറും ഗുഡായിരിക്കും, വളരെ നല്ല കാർഡ്സ് ആയിരിക്കും. ഐ മീൻ നല്ല ഡോറായിരിക്കും, നിങ്ങൾക്ക് ഒരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്കുള്ള നല്ല ഡോറായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആവാം. പക്ഷെ അതിൽ ഒരു ഡോർ, 10ാമത്തെ ഡോർ ഓർ സംതിങ്, അതിൻ്റെ ഇടയിലുള്ള ഏതോ ഒരു ഡോർ ഇസ് വെരി ബാഡ് ഡോർ. ഓക്കെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പാമ്പും കോണിയും പോലെ നിങ്ങൾ എന്തിനെയാണോ ചൂസ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നേരെ താഴോട്ട് വന്ന് എവിടെയാണോ നിന്നത് വീണ്ടും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിൽ വന്ന് നിൽക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു പേഴ്സണെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്വയംവരാണെന്ന് വിചാരിക്കുക. നമുക്ക് ഒരുപാട് രാജാക്കന്മാർ, നിങ്ങളൊരു പ്രിൻസസ് ആണ്, ഐ തിങ്ക് നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ വാട്ടെവർ, ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഒരു പ്രിൻസസ് ആണ്. ഒരുപാട് രാജകുമാരന്മാർ നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. നിങ്ങളാണ് മാലയിട്ട് സ്വീകരിക്കുന്നത്. നിങ്ങൾ ആ മാല കൊണ്ടിടുന്നത് ഒരു നല്ല പേഴ്സണെ, 9 പേര് നല്ലത്, ഒരാൾ ബാഡാണ്. അത് കരിയറിന്റെ കാര്യത്തിലായാലും ബിസിനസിന്റെ കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും ഈ എക്സാമ്പിൾ തന്നെ എടുക്കാട്ടോ. നിങ്ങൾ കൊണ്ടിടുന്ന ആള് ചിലപ്പോൾ തെറ്റായ ഒരാളാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ തെറ്റായുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാണ്, വീണ്ടും ചൂസ് ചെയ്യാൻ വരേണ്ട അവസ്ഥ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി കുറെ പോയി കഴിയുമ്പോഴാണ്, ഈ ബിസിനസ് എനിക്ക് പറ്റാത്തതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത രീതി ശരിയായില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ലോസ് വന്നു, നമ്മൾ വീണ്ടും തിരിച്ച് തുടങ്ങിയിട്ട് തന്നെ വന്ന് നിന്ന് വീണ്ടും പുതിയ ഐഡിയ ഉണ്ടാക്കി ചെയ്യേണ്ട ഒരു അവസ്ഥ. അതൊരു ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ, അതായത് നമ്മുടെ മുമ്പിലുള്ള 9 നല്ലത്, ഒരെണ്ണം മാത്രമേ കൊള്ളില്ലാത്ത ഉണ്ടായുള്ളൂ, അത് നമ്മൾ ചൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ഇൻഡ്യൂഷൻ, ഒറാക്കിൾ, നമ്മുടെ ഒറാക്കിൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒറാപ്പവർ നമ്മുടെ ബോഡിയിൽ ലെയേഴ്സ് ആയിട്ട് കാണുന്ന ആ ഒരു പ്രതിഭാസം, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മളുടെ ആ ഒരു എനർജി, ഓക്കെ, നമ്മളുടെ ഒരു ആന്റിബോഡി, ആ ഒരു കാര്യത്തിന് ഓൺ ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ കറക്റ്റ് ആയിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ കൺഫ്യൂഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. വേണം വേണ്ട ഈ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കാണുന്നത് ജെൻസ് ആണെങ്കിലും നിങ്ങൾക്കും ഒരു കൺഫ്യൂഷനാണ്, നടക്കോ നടക്കില്ല, എന്തൊരു കാര്യത്തിനും ഡബിൾ മൈൻഡാണ് ഞാൻ കാണുന്നത്. ആൻഡ് ദെൻ ഹിയർ ഹാവ് ദ കെയറിങ് കണക്ഷൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കെയർ കുറഞ്ഞു വരുന്നൊരവസ്ഥ. വളരെ ബ്യൂട്ടിഫുള്ളായി, വളരെ വളരെ ഗുഡായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ. ടിൻ ഫ്ലെയിം എന്നൊന്നും ഞാൻ പറയുന്നില്ല, സോൾമേറ്റ്, അതായത് ഫ്രണ്ട്ഷിപ്പ് പോലെ. മേ ബി നിങ്ങൾ രണ്ടുപേരും ഒരു ഏജിലുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ കൊളീഗ്സ്, ഫ്രണ്ട്സ്, കോളേജ് മേറ്റ്, ക്ലാസ്മേറ്റ്, ഈ ലെവലിലുള്ള റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ തന്നെ 1-4 മാക്സിമം. ഓക്കെ, ആ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ്, വളരെ പാഷനേറ്റ്, വളരെ ക്യൂട്ട് റിലേഷൻഷിപ്പ്, ആ കെയറിങ് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽ ആവോ ഇല്ലേ എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, തെറ്റ് പറ്റാതെ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു കാർമിക് കണക്ഷനിലേക്ക് ചെന്നുപെടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന, ഇപ്പോൾ 10th കഴിഞ്ഞ ആൾക്കാരുടെ എക്സാം 10th റിസൾട്ട് വന്നു, എല്ലാവർക്കും A+ ആണല്ലേ, ഫുൾ A+ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്.
അപ്പോൾ എല്ലാവരും പോയി സയൻസ് എടുത്തു, കൊമേഴ്സ് എടുത്തു, ഓക്കെ വാട്ടെവർ. ചിന്തിക്കുക, ഇതിൽ ഏതാണ് എനിക്ക് പ്രാക്ടിക്കലായിട്ട് വരിക, എനിക്ക് പറ്റുന്നത് ഏത്, അത് സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ നിങ്ങൾ കാണുന്നത്. എന്തുകൊണ്ടോ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല. സ്റ്റക്നെസ്, ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗോഡിനോട് പ്രാർത്ഥിക്കുക. ഒരു സ്റ്റക്നെസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹം ഇപ്പോഴത്തെ കറണ്ട് സാറ്റിസ്ഫാക്ഷൻ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ ഇപ്പോഴത്തെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓക്കെ ആവാൻ തരത്തിൽ നിങ്ങൾക്ക് പറ്റും. പക്ഷെ പോകുമ്പോൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ സ്റ്റക്കായ തിരിച്ച് വീണ്ടും വന്ന് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആവാത്തൊരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. സോ ജനറൽ റീഡിങ് അല്ലെങ്കിൽ ഒരു അലേർട്ടായിട്ട് മാത്രം എടുക്കാം. എല്ലാവരും കാര്യമില്ല, ചിലർ കറക്റ്റായിട്ട് തന്നെ ചൂസ് ചെയ്യും. ദൈവാനുഗ്രഹമുള്ളവർ കറക്റ്റായിട്ട് തന്നെ ചൂസ് ചെയ്യും, അല്ലാത്തവർ ചിലപ്പോൾ പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നത് 25 വയസ്സിൽ നിങ്ങൾക്ക് മറ്റുള്ളവരാൽ ചതിക്കപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ദെൻ നിങ്ങളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറായിട്ട് നിങ്ങൾ ഇൻറ്റിമസി കാണിക്കുന്ന ചിലർ ചിലപ്പോൾ കാർമിക് റിലേഷൻഷിപ്പിലൊക്കെ ചെന്നപ്പെട്ട ആൾക്കാരും ഉണ്ടാവാം. നിങ്ങളുടെ മണി പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വലിയ ഇതൊക്കെ കാണിച്ചിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ആയിരിക്കാം. നിങ്ങളെ ചിരിച്ച് കാണിച്ച് നിങ്ങളുടെ കഴുത്തിറക്കുന്ന രീതിയിലുള്ള ആരൊക്കെയോ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്തവരുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്, ഒരു ഡെവിലായി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, The King of the Unicorn 42, you are intuitive. Okay, you are intuitive. ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് കാർഡ്സിനും ഒരു ഇക്വാലിറ്റി ഉണ്ട്. ഇത് ഓൾസോ ദ ഷാമുവൽ എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഷാമുവലിന്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് എ മെൻ ആൻഡ് ഹിസ് ഏഞ്ചൽ ആൻഡ് ഇവിടെ ഒരു മാജിക്കൽ ബോൾ ഉണ്ട്. ഈ ഒരു കാർഡ് ഇറ്റ്സ് നോട്ട് ഷാമുവൽ ബട്ട് സിമിലാരിറ്റീസ് ഈസ് ഹിയർ. ഇവിടെ മെൻസ് ആണ് കാണുന്നതെങ്കിൽ ജെൻസിന് ഒരുപാട് തേർഡ് ചക്ര പവർ ഉള്ളവരായിട്ട് കാണുന്നു. ദ ഇൻഡ്യൂഷൻ, ലിസൺ ടു യുവർ ഇന്നർ വിസ്ഡം. നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഓറാക്കിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓഴ പറയുന്ന ആ ഒരു നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഉൾവിളി ഉണ്ടാവുന്ന തരത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ചെയ്ത ആ ഒരു മാജിക്കൽ തിങ്സ് പോലെ നിങ്ങൾക്ക് പറ്റണം. രണ്ട് കാർഡിനും സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും, നിങ്ങളുടെ കൺട്രോളിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും. സോ നിങ്ങൾ നല്ല ബ്രൈറ്റ് ആവുക, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ് യൂസ് ചെയ്യുക, നിങ്ങളുടെ എനർജിയുമായി ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആസ് എ പൊല്ലപ്പായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉൾവിളി അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു വാതിൽ കറക്റ്റായിട്ടുള്ള വാതിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഓക്കെ, കിങ് ഓഫ് ദ യൂണിക്കോൺ. It's very good card, but come like this. Little stuckness is here. Okay, third party situation may be here. And ആരെങ്കിലും പണി തരുന്ന situation. You are blessed with majesty, vision and power. You have the power. Okay, you have the power to convert your energy for your favor. Okay, നിങ്ങളുടെ ഫേവറിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബട്ട് അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ എന്തുകൊണ്ടോ ഒരു 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 മൗഢ്യം എന്നൊക്കെ പറയില്ല, ഒരു മന്നിപ്പ് ഞാൻ അങ്ങനെയല്ലോട്ടോ ഉദ്ദേശിക്കുന്നത്, ഒരു മൂടൽ മഞ്ഞിനപ്പുറം നിങ്ങൾക്ക് വിഷ്വൽസ് പോസിബിൾ ആവുള്ളൂ. മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഒരു ധൂമപടലത്തിനപ്പുറം മാത്രമേ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വെരി ഗുഡ് എനർജി ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ ഒരു ഇത് കാണുന്നുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നാണ് നിങ്ങൾക്ക് ആ വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവാന്ന്. ബട്ട് ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് പറയാത്തത്. നിങ്ങൾക്ക് റീസണേറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് കാർഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്, നോ പ്രോബ്ലം. ഓക്കെ, ഇറ്റ്സ് എ ജനറൽ റീഡിങ്. ആൻഡ് ദെൻ നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവാൻ സാധ്യത ചിലർക്ക് 2 monthsനുള്ളിൽ, ചിലർക്ക് 4 monthsനുള്ളിൽ, ചിലർക്ക് 6 monthsനുള്ളിൽ. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. സെപ്റ്റംബർ മന്ത് ആൻഡ് ദെൻ ഡിസംബർ ഈ മാസം, ഈ വർഷത്തിൻ്റെ അവസാനം, അത് അല്ലെങ്കിൽ ഫെബ്രുവരി, അങ്ങനെയാട്ടോ കാണുന്നത്. അത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. അങ്ങനെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ 2 months ഇസ് വെരി നിയർ. ഓക്കെ, ദ അർദ്ധനാരീശ്വർ. നിങ്ങളുടെ ആ ഒരു പേഴ്സണായിട്ട് ഒരു സ്റ്റക്നെസ് ഇവിടെ കാണുന്നുണ്ടല്ലോ. എന്താണ് പ്രശ്നം? ബ്യൂട്ടിഫുൾ കണക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ബട്ട് മേ ബി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് എന്തോ ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കുന്നു. ഫെലിസിറ്റി ഇൻ മാരീഡ് ലൈഫ്. ഓക്കെ, നിങ്ങളുടെ മാരേജ് ലൈഫിൽ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം, മാരേജിൽ എത്തണ്ടേ, അതല്ലേ നമ്മുടെ പ്രശ്നം. മാരേജ് ആയവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 monthsനുള്ളിലെല്ലാം ഓക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്തവർ മാരേജിൽ എത്തണ്ടേ.
അങ്ങനെ ആവുകയാണെങ്കിൽ, മാരേജ് പോസിബിൾ ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓസം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോൾമേറ്റ് കണക്ഷൻ. ഓക്കെ, വളരെ കെയറിങ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആവും. അതാവാത്തതാണ് നമ്മുടെ പ്രശ്നം. ഒരു സ്റ്റക്കാണ്, ഒരു സ്റ്റക്നെസ് ആണ് കാണുന്നത്. ആൻഡ് റൈസിങ് ദ കുണ്ടലിനി എനർജി, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആ ഒരു ഓറ പവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു തെടയചക്ര പവർ നിങ്ങൾ ഉണർത്തിയെടുത്ത എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു എന്താ പറയുക, സോൾവായി. എല്ലാ പ്രശ്നവും നിങ്ങളുടെ സോൾവ് ആവുന്ന അവസ്ഥ. ദ കുണ്ടലിനി എനർജി എന്ന് പറഞ്ഞാൽ അതാണ്. ട്രാൻസെൻഡൽ നോളേജ് ഓഫ് യൂണിവേഴ്സൽ വൺസസ്. ഓക്കെ, വൺനെസ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സലുമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെലപ്പതി എത്രത്തോളം പോസിബിൾ ആവും അത്രത്തോളം നിങ്ങൾക്ക് നല്ല കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കും. എബിലിറ്റി ടു ഹാർമണൈസ് ഓപ്പോസിങ് വ്യൂ പോയിന്റ്സ് ഓർ ഫോഴ്സസ്. നിങ്ങൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഫോഴ്സുകളെയൊക്കെ നിങ്ങൾക്ക് ഒരുവിധം മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. ഒരുപാട് ശത്രുക്കളുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. സോ നിങ്ങളൊരു വരയറിനെ പോലെ മുമ്പോട്ട് പടനയിച്ച് മുന്നോട്ട് പോകണം. ശത്രുക്കളെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം, എന്നിട്ട് വേണം നമ്മൾക്ക് അവരെ തട്ടി മാറ്റാൻ. ഓക്കെ, അപ്പോൾ തേർഡ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് അഫർമേഷൻസ് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കോൺടാക്ട് ചെയ്യാം. അല്ലാത്തൊരു കമന്റ് സെക്ഷനിൽ വെച്ചാൽ മതി. ടേക്ക് കെയർ, ബൈ.